അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബറാത്ത് രാവിനെ ഉണ്ടാക്കിയ ഒരു ചക്കരച്ചോറും പൂവടയുടെയും റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ ഉമ്മമാരൊക്കെ കുട്ടിക്കാലത്ത് ഉണ്ടാക്കി തന്നിരുന്നതാണല്ലോ ഈ ചക്കരച്ചോറ്. ഇവിടെ ഉമ്മ എല്ലാ വർഷവും ഉണ്ടാക്കിയിരുന്നതാണ് കേട്ടോ. ഇവിടെ ഒക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കരച്ചോറ്. അത് കാരണം ഞാനും വിചാരിച്ചിരുന്ന ഈ ചക്കരച്ചോറ് ഉണ്ടാക്കിയാലോ എന്ന്. അങ്ങനെ ഞാൻ ഉണങ്ങല്ലരി കൊണ്ടാണ് കേട്ടോ ചക്കരച്ചോറ് ഉണ്ടാക്കുന്നത്. ഒരു 3/4 കപ്പ് ഉണക്കലരി കഴുകി എടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുക്കർ പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം കുക്കറൊന്ന് അടച്ചു കൊടുക്കാം. 2 വിസിൽ വന്നപ്പോൾ തന്നെ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നല്ലതുപോലെ അരി വെന്ത് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അരി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുന്ന അരിയാണല്ലോ. ഇനി ഈ ചോറ് നമുക്കൊരു സോസ് പാനിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ചോറിലിപ്പോൾ ഒട്ടും വെള്ളമില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ച് കൊടുക്കാം. എന്നതിന് ശേഷം ഫ്ലെയിം ഓണാക്കി ഈ ചോറ് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് 1/2 കപ്പ് ശർക്കര പൊടിയാണ് കേട്ടോ. ഈ ശർക്കര പൊടി നല്ല ക്ലിയറായ ശർക്കര പൊടിയാണ് കേട്ടോ. അതിൽ മണ്ണും പൊടിയൊന്നുമില്ല. ഇനി ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്ക് മധുരമൊക്കെ നോക്കിയതിന് ശേഷം പോരാ എന്നുണ്ടെങ്കിൽ ഇനിയും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ മധുരം തീരെ ഇല്ല, അപ്പോൾ ലേശം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ ഉപ്പ് തീരെ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു പിടി തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചതാണെങ്കിലും കുറച്ച് തേങ്ങ ചിരവിടുമ്പോൾ അതൊരു ടേസ്റ്റാണല്ലോ. ഇനി നമുക്ക് 1ാം പാലും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് 1 സ്പൂൺ ഏലക്ക പൊടിച്ചതും 1/2 സ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. വളരെ കുറച്ചാണ് കേട്ടോ ഞാൻ ചക്കരച്ചോറ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം കുട്ടികൾ കഴിക്കുമെന്ന് അറിയില്ലല്ലോ. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി ഇതിലേക്കൊന്ന് താളിച്ച് ഒഴിച്ച് കൊടുക്കാനായി ഒരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ചൂടായി വരുമ്പോൾ ഒരു പിടി ചുവന്ന ഉള്ളിയും കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് ഇതൊന്ന് താളിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ബറാത്തൊക്കെ എല്ലാവരും സന്തോഷമായി കൊണ്ടാടി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ. അന്ന് നമുക്കൊക്കെ നോമ്പാണല്ലോ അല്ലേ. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പൂവട ഉണ്ടാക്കാനായി ഞാൻ കുറച്ച് പൊടി വാട്ടി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്കുള്ള ശർക്കരയും തേങ്ങയും കൂടി വിളയിപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൽ നിന്ന് ഓരോ ഉരുളകളൊന്ന് പരത്തിയതിന് ശേഷം ഇതിൻ്റെ നടുവിലായി നമ്മൾ തേങ്ങയും ശർക്കരയും വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മടക്കിയെടുക്കാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ തേങ്ങയുടെ കളർ എന്താ അങ്ങനെയെന്ന്. പ്രാവശ്യം വാങ്ങിച്ച ശർക്കര പൊടിയുടെ കളർ ഇതാണ് കേട്ടോ. ഭയങ്കര കറുപ്പ്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനായി ഒരു ചട്ടി ഒഴിച്ച് അതിലേക്ക് ഓയിലൊഴിച്ച് ഓരോ പൂവടയും ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനു മുമ്പ് ഞാനൊരു പൂവടയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് തേങ്ങയും പഴമൊക്കെ ചേർത്തതാണ് കേട്ടോ. അത് വെറും തേങ്ങയും ശർക്കരയും മാത്രമേ ഉള്ളൂ. അടിപൊളി തന്നെ ആയിരുന്നു കേട്ടോ. പൂവടയും അതുപോലെ തന്നെ ചക്കരച്ചോറൊക്കെ അടിപൊളി ബറാത്തുമായിരുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.